ഇല്ല, മനസ്സിലാവുന്നുണ്ട്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിനെ. നിങ്ങൾ തുടങ്ങിക്കോ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണോ? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്, اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടലിനെ, ഈ ഇരുത്തത്തെ സ്വാലിഹായ അമലാക്കി ഇരു ലോകത്തേക്കും നമുക്ക് പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യമൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് നിങ്ങളുടെ എണ്ണം കണ്ടപ്പോൾ മനസ്സിലായി. സുബ്ഹാനല്ലാഹ്, എന്നും ഞാൻ ഈ ക്ലാസ്സിൽ കയറാറുണ്ട്. ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഒരു പഠിതാവാണ്, വലിയ ടീച്ചറോ അങ്ങനെ ഒന്നും ഉള്ള ഒരു ലെവലല്ല. അൽഹംദുലില്ലാ, ഞാനും ഐഷ ഷെസ്വിൻ ആ മാമിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. മുംതാസ്ത അവരുടെയൊക്കെ ഒരു സിസ്റ്ററും ഒരു സ്റ്റുഡൻറ്റും ഒക്കെയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആദ്യമായിട്ട് അള്ളാഹുവിന് വളരെ എത്ര നന്ദി പറഞ്ഞാലും സ്തുതി പറഞ്ഞാലും മതിയാവില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ഈ ഒരു പഠന പദ്ധതിയിലേക്ക് അൽഹംദുലില്ലാ ഇത് പഠിച്ച് ഒരു ചെറിയൊരു ഡിപ്ലോമ എടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു വേദി എൻ്റെ റബ്ബ് ഒരുക്കി തന്നതിൽ എത്ര ശുക്ർ ചെയ്താലും അത് മതിയാവില്ല. അൽഹംദുലില്ലാ, ആദ്യമായി എൻ്റെ റബ്ബിനോട് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. രണ്ടാമതായിട്ട് ഐഷ മാമിനും മുന്തസ്തക്കും എൻ്റെ ഹസീന ടീച്ചർ, നമ്മുടെ ഹസീന കണ്ണൂർ, അവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്കും എല്ലാവിധ റഹ്മത്തും ബർക്കത്തും ഖൈറും ഒക്കെ ചൊരിയട്ടെ. കൂടുതൽ കൂടുതൽ അറിവ് നേടാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഈ പ്രസ്ഥാനം ഇത് എന്നെന്നും ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇത് എന്താണെന്ന് ആദ്യം പരിചയപ്പെടുത്താം. കാരണം ഖുർആന്റെ പ്രാധാന്യം, അതിന്റെ പഠനവും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി ഹദീസുകളും കാര്യങ്ങളും കേട്ട് നിങ്ങൾ അതൊക്കെ ഓൾറെഡി റെഡിയാണ് അല്ലെ? അതിലൊക്കെ നിങ്ങൾ മാഷാ അല്ലാഹ് എല്ലാം കേട്ട് തറവായ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ ഫസ്റ്റ്. അതായത് നമ്മൾ എപ്പോഴും ഷഹാദത്ത് പറയാറുണ്ടല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ? ആ ഷഹാദത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാക്ഷ്യം വഹിക്കലാണ് അല്ലെ? എന്ത് സാക്ഷ്യം വഹിക്കലാണ്? ഉദാഹരണം, നമ്മളിപ്പോ ഒരു കോടതിയിൽ ഒരു കേസുണ്ട്, ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആ കേസിൽ ഒരു സാക്ഷിയാണെങ്കിൽ നമ്മൾ എന്തർത്ഥത്തിലാണ് സാക്ഷി എന്ന് പറയുക അല്ലെ? ആ കോടതിയിൽ കോർട്ടിൽ പോയി നിന്നിട്ട് ആ വിഷയത്തെ പറ്റി നമ്മൾ കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങൾക്ക് ഞാൻ അതിന് സാക്ഷിയാണ് എന്ന് പറയലാണ് അല്ലെ? അപ്പോ നമ്മൾ ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പോൾ നമ്മൾ അള്ളാഹു ആണ് നമ്മുടെ രക്ഷിതാവ് എന്നുള്ളതിന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അതെങ്ങനെയാ നമ്മൾ സാക്ഷ്യം വഹിക്കുക? ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താണ് പറയുന്നത് അല്ലെ? എന്താണ് നമ്മൾ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്, ആ ഭാഷ നമുക്ക് മനസ്സിലാവണം അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ ആ ഭാഷ നമുക്ക് മനസ്സിലാവാൻ അറബി ഭാഷ, അതായത് പ്രത്യേകിച്ച് ഖുർആനിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അൽഹംദുലില്ലാ. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയുന്നവർക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും കൂടി ഈ ക്ലാസ്സിനെ പറ്റി നിങ്ങൾ അറിയിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ഓക്കെ, ഇതൊരു വസിയത്താണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അതായത് ഇവിടെ നമ്മുടെ APJ അബ്ദുൽ കലാം പറയുന്നത് എന്തെന്നറിയാവോ? സ്വപ്നം എന്നുള്ളത്, നമ്മുടെ സ്വപ്നം സാധാരണ പറയാറുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. പക്ഷേ
ഉറക്കം, യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തെ കെടുത്തുന്നതാവണം എന്നാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. അതായത് ആ ഡ്രീംസ് എന്താവും, അത് നമ്മുടെ തോട്ട്സ് ആയിട്ട് മാറില്ലേ, നമ്മുടെ ചിന്തകളായിട്ട് മാറും. പിന്നെ അതെന്തായി മാറും, നമ്മുടെ ആക്ഷൻ ആയിട്ട് മാറൂലേ. അപ്പൊ എപ്പോഴും നമുക്ക് അതായിരിക്കും, ആ ലക്ഷ്യം നേടണം എന്നുള്ള ആ ചിന്തയിലൂടെ ആ ഡ്രീം എന്തായിരിക്കും, നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല അല്ലെ, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം ആ സ്വപ്നങ്ങൾ എന്നാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. അതിലുപരി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ധാരാളം പാഠങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്? അതായത് ഇതൊരു ഈസി മെത്തേഡാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിച്ചിട്ടുണ്ട്, എന്താണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ എന്താണ് ഹൃദയങ്ങളെ പൂട്ടിയിരിക്കുകയാണോ, നിങ്ങൾ എന്താണ് ഈ ഖുർആൻ നിങ്ങൾ ചിന്തിക്കാത്തത്, മനസ്സിലാക്കാത്തത്? എന്താണ് ഈ ചിന്തിക്കണമെങ്കിൽ നമുക്ക് ആ വാക്കുകൾ അർത്ഥം മനസ്സിലാവണം അല്ലെ. നമ്മൾ ആഴത്തില് അതിൽ ഇറങ്ങണമെങ്കിൽ നമ്മളോട് അള്ളാഹു എന്താണ് സംസാരിക്കുന്ന ആ ഭാഷ നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ സുബ്ഹാനല്ലാഹ്, അതിനൊരു എളുപ്പ വഴി അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ പഠിക്കുന്നത്. അപ്പൊ നമ്മളെ ലക്ഷ്യത്തിലേക്ക് പിൻവലിക്കുന്ന ഓരോ ഗോൾസും, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഓരോ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും നമ്മൾ വകവെക്കരുത്. പുറകിലേക്ക് വലിക്കുന്തോറും നമ്മൾ എന്താണ്, ആ ശൈത്താന്യത്തിനെ, ആ ദുനിയാവിലെ ആ ഹാലൊക്കെ വിട്ടിട്ട് ഇത് നമുക്ക് ലക്ഷ്യം പൂർത്തിയാക്കണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം കരുതുക. അതായത് നമുക്ക് ഇമ്പോസിബിൾ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും ഒരു കാര്യത്തിൽ നമ്മൾ കരുതരുത്. നമുക്ക് എന്താണ്, ഖുർആൻ പഠിക്കണം, നമ്മുടെ ലക്ഷ്യം അതാക്കണം. ഇപ്പൊ എക്സാമ്പിൾ, നമുക്കിപ്പോ ദോശ ചുടണം അല്ലെങ്കിൽ ഒരു പൊറോട്ട ഉണ്ടാക്കണം, നിങ്ങൾ ഓടിച്ചെന്ന് മാവെടുത്ത് കുഴച്ചങ്ങ് ചുടുവോ? ഇല്ല അല്ലേ. നമ്മൾ എന്താണ്, ദോശയാണെങ്കിൽ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിടണം, അത് എത്രയോ മണിക്കൂർ അതൊന്ന് കുതിരണം, അത് ആട്ടി പാകമാക്കണം, പരുവപ്പെടുത്തണം അല്ലെ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആ ദോശയിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമുക്ക് ആ പൊറോട്ടയിലേക്ക് എത്തുക അല്ലെ. പൊറോട്ട ഓടിപ്പോയി കുഴച്ചാൽ അങ്ങ് പരുവാവോ? ഇല്ല അല്ലെ. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കതൊരു ഫോക്കസ് ആയിരിക്കും. നമുക്ക് ഏത് കാര്യത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്താണ്, നമ്മളിപ്പോ ഖുർആൻ പഠിക്കുന്നവരുടെ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാണ്, അള്ളാഹുവിന്റെ വജ്ഹാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ ആ ഫോക്കസിലേക്ക് നമ്മളെ എളുപ്പം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പോകുന്ന എന്താണ്, ഖുർആൻ പഠനമാണ് അല്ലെ. അപ്പൊ ആ പഠനം എളുപ്പമാക്കണമെങ്കിൽ നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട എന്താണ്, ആദ്യം എന്താണ്, നീയത്താണ് അല്ലെ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഖുർആൻ പഠനം ഇത് ആരംഭിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെ, ഇൻഷാ അള്ളാഹ് ഞാൻ ഇത് പൂർത്തിയാക്കും റബ്ബേ, ഇത് എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ നീയത്ത് നന്നായിട്ട് കരുതുക. നെക്സ്റ്റ് എന്താണ്, എപ്പോഴും ദുആ ഉണ്ടായിരിക്കുക. എന്താണ്, നമുക്ക് അള്ളാഹുവിനോട്, അള്ളാഹു ഈ പഠനം എളുപ്പമാക്കി തന്നെ റബ്ബേ, എന്നും ഇത് പഠിച്ച് കൃത്യമായി ഇത് ഫോളോ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോ നീയത്ത് വേണം, പിന്നെന്താണ്, ദുആ വേണം. സെക്കൻഡ് എന്താണ്, നമ്മുടെ പ്രവർത്തനം ഉണ്ടായിരിക്കണം അല്ലെ. പ്രവർത്തനം നമ്മൾ എന്നും അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ ചെലവാക്കിയാൽ മതി. മാഷാ അല്ലാഹ്, നിങ്ങൾ ഇതിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇതിന്റെ സിസ്റ്റം എന്ന്. കാരണം ഖുർആൻ നിങ്ങൾക്കറിയാം അല്ലെ, ആവർത്തിച്ച് വരുന്ന വേർഡുകളാണ് അധികവും. ഐഷ മാമിന്റെ സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. സുബ്ഹാനല്ലാഹ്, പക്ഷെ അത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കൈക്കലാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഖുർആനിലെ ഭാഷ. നമുക്ക് പൊതുവെ അറബി ഭാഷ മാഷാ അല്ലാഹ് വിശാലമാണ്, അതിന്റെ ഗ്രാമറൊക്കെ നമുക്ക് അങ്ങനെ ഒന്നും ഒരുപാട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഖുർആൻ മനസ്സിലാക്കാനുള്ള സിമ്പിൾ വേയിൽ നമുക്ക് അതിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ എപ്പോഴും പറയും പോലെ എന്താണ്, ഖൈറുക്കും തഅല്ലമൽ ഖുർആന വഅല്ലമ, എന്താണ്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ അല്ലെ. അപ്പൊ ഏറ്റവും ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാരും കേൾക്കുന്നുണ്ടോ? ഹസീനമ്മ, എല്ലാരും ഓക്കെ. അപ്പൊ ഏറ്റവും ഹസനായ ഏറ്റവും നന്മയായ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ്, ആ ഒരു പടച്ചട്ട അണിയേണ്ടതുണ്ടല്ലേ. ഏതാണ് പടച്ചട്ട? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലെ. ശൈത്താന് ഭയങ്കര ഡിസ്റ്റർബ് ആയിരിക്കും നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ അല്ലെ. ആദ്യം നമുക്ക് അള്ളാഹുവിനോട് ശൈത്താനിൽ നിന്ന്, പിശാചിൽ നിന്നും എന്താണ്, കാവൽ തേടിക്കൊണ്ട്, അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നെക്സ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ. അപ്പോ ഇതിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും നമുക്ക് നേടണമെന്ന് ഉണ്ട് എങ്കിൽ
നമുക്കതിനൊരു വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തുറന്നു തരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തും. പക്ഷെ ഖുർആന്റെ കാര്യമാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഈസിയായ വഴിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. അഥവാ നമ്മൾ വേണ്ട, മടിക്കാണ്, മുടക്കം ചെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുമെങ്കിൽ നമ്മൾ തന്നെ സ്വയം അതൊരു മുടക്കം കണ്ടെത്തും അല്ലെ. അപ്പൊ ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മൾ പയ്യെ തിന്നാൽ പനയും തിന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഫസ്റ്റ് ആയത്തിലേക്ക് എല്ലാവരും നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നോക്കിയേ, എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീന് ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. അപ്പോ ഫസ്റ്റ് എന്താണ്? അഊദു. അഊദു നമുക്കറിയാം, ഞാൻ അഭയം തേടുന്നു. അഭയം തേടുന്നു. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അറിയാവോ? 8000-ലധികം വേർഡുകളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു, ഞാൻ അഭയം തേടുന്നു. ബില്ലാഹി, എല്ലാരും ശ്രദ്ധിച്ചേ, ബില്ലാഹി. ബി പ്ലസ് അള്ളാഹു ആണ് ബില്ലാഹി. കാണുന്നുണ്ടോ? ബി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ബി. ബി ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് സ്ക്രീനിൽ നോക്കി ശ്രദ്ധയോടെ ഇരുന്നാൽ മതി. ബില്ലാഹി. ഓക്കെ, ബി പ്ലസ് അള്ളാഹു, ബില്ലാഹി. അടുത്ത എന്താണ്? മിനശ് ശൈത്വാനി. കാരണം അർത്ഥത്തിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് തർജ്ജിമ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് ഇത് എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അടുത്തത് മിനശ് ശൈത്വാനി. അപ്പൊ മിൻ പ്ലസ് ഷെയ്ത്താനിയാണ് മിനശ് ഷെയ്ത്താനി ആകുന്നത്. അപ്പൊ അഷ് ഷെയ്ത്താനാണ്, അൽ പ്ലസ് ഷെയ്ത്താനാണ്. അഷ് ഷെയ്ത്താനെ നമ്മൾ ചേർത്ത് എഴുതുക. അപ്പൊ അൽ എന്നുള്ളത് നമുക്കറിയാം അല്ലെ, അത് ഒന്നുകിൽ പൊതുവായിട്ടൊരു കാര്യത്തെ പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ പോയിന്റ് ഔട്ട് ചെയ്ത് ആ ഒരു വസ്തുവിനെ, ആ കാര്യത്തെ എടുത്ത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൽ. ഓക്കെ, അപ്പൊ ബി നമ്മൾ കണ്ടു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് അല്ലെ, അള്ളാഹുവിനോട്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. അടുത്തത് മിനശ് ശൈത്വാനി, മിൻ പ്ലസ് ശൈത്വാനി. കണ്ടോ, ഖുർആനില് 3000 തവണ ആവർത്തിച്ചു വരുന്ന വാക്കാണ് മിൻ. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിച്ചോളിൻ, നമ്മൾ പഠിക്കുന്നതിന്റെ ആ മെത്തേഡാണ് മിൻ. 3000-ലധികം പ്രാവശ്യം വരുന്നുണ്ട്. മിൻ എന്താണ്? നിന്ന് അല്ലെ. മിനശ് ശൈത്വാനി, ഷെയ്ത്വാനിൽ നിന്ന്. അപ്പൊ നോക്കിയേ, ഷെയ്ത്താന്റെ ബഹുവചനമാണ് ഷയാത്തീനു. കാണുന്നുണ്ടോ? ഷയാത്തീനു. 88 പ്രാവശ്യം ഖുർആനില് ഷയാത്തീനു ആവർത്തിച്ച് വരുന്നുണ്ട്. മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. റജീം, ശപിക്കപ്പെട്ട. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന ആയത്തുകൊണ്ട് ഞാൻ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ്? ബിസ്മില്ല. ബി പ്ലസ് ഇസ്മാണ് അല്ലെ, ബിസ്മില്ല. അപ്പൊ എന്താണ്? ബി നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ബി ആണ് നമ്മുടെ ഫോക്കസ്. ബി, അള്ളാഹുവിന്റെ നാമത്തിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നാമത്തിൽ, ബി ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് അർ റഹ്മാൻ റഹീം. കണ്ടോ, റഹ്മാൻ 57 പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട്. അർ റഹീം 182 പ്രാവശ്യം വന്നിട്ടുണ്ട്. റഹ്മാന്റെ റഹീമിന്റെ റൂട്ടൊക്കെ നമുക്കറിയാം, റോഹാമീമാണ് അല്ലെ. നമുക്ക് ഐഷാമാം നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്താണ് അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി. ഇവിടെ എന്താണ്? ഇസ്മ. നമ്മൾ ബിസ്മി കണ്ടോ, ഇസ്മിന്റെ ബഹുവചനമാണ് അസ്മാഉൻ. ഓക്കെ, ഇസ്മുൻ അസ്മാഉൻ. ഇത് അസാധാരണ ബഹുവചനമാണ്. 39 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സ്തുതി, ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. ലീ, ഇവിടെ ലീ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലില്ലാഹി. കണ്ടോ, ലീയും ബിയും കണ്ടോ? ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പൊ ഇവിടെ ഒറ്റ അക്ഷരം കണ്ടോ എല്ലാവരും? ബിയും ലീയും. കണ്ടോ, ബിസ്മില്ലായുടെ ബിയും, ബില്ലാഹി അല്ലെങ്കിൽ ലില്ലാഹി ഒക്കെ ഇതാ കണ്ടു. കണ്ടോ, ബി കാണുന്നുണ്ടോ എല്ലാവരും? ബി കൊണ്ട് ലി, ഇക്ക്, ഇനു വേണ്ടി. ഇത് ഞാൻ പറഞ്ഞിങ്ങനെ നിർത്തുന്നത് നമ്മൾ വഴിയെ ഒരു പ്രോസസ്സിലേക്ക് പോകാതിന് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്തത് അർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഞാനിതിപ്പോ ഇങ്ങനെ സ്പീഡിൽ പോകുന്നതല്ല, ഇത് നിങ്ങളെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സിസ്റ്റവുമാണ്. പക്ഷെ ഇപ്പോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആകെ ശബ്ദമായിട്ട് എല്ലാവർക്കും അത് ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ ഇതിലേക്ക് എത്തിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്കിത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകം എന്താണ്? ശ്രദ്ധിച്ചോളീൻ. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഈ 3 ആയത്ത് നമ്മൾ കടക്കുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഭവം എന്താ വെച്ചാല്, അറബി ഭാഷയെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അറബി ഭാഷയെ
അതായത് പദങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാമങ്ങൾ, അവ്യയങ്ങൾ, ക്രിയകൾ. ഓക്കെ, അതെല്ലാം ഇരുന്നോട്ടെ. നാമങ്ങൾ എന്ന് പറയുന്നതാണ് നാമം. ഒരു വസ്തുവിന്റെയോ സാധനത്തിന്റെയോ സ്ഥലത്തിന്റെയോ പേരിനെ കുറിക്കുന്നതാണ് നാമം. ഓക്കെ, ആ നാമം ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാണ്, മുഹമ്മദ് വന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു മുഹമ്മദ് വന്നു, മുഹമ്മദ് ഇരുന്നു, മുഹമ്മദ് പോയി എന്ന് പറയുന്നതാണോ ഭംഗി? മുഹമ്മദ് വന്നു, അവൻ ഇരുന്നു, അവൻ പോയി, അല്ലെങ്കിൽ അവൻ കഴിച്ചു എന്ന് പറയുന്നതല്ലേ ഭംഗി കേൾക്കാന്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന പോയിന്റ്? എല്ലാവരും ഈ പോയിന്റിലേക്ക് വരണേ. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മുഹമ്മദ് എന്നൊരു നാമം. ഓക്കെ, മുഹമ്മദ് മീൻസ് ഒരാളുടെ പേര്. അത് വസ്തുവിന്റെ ആകാം, സാധനത്തിന്റെ ആകാം, സ്ഥലത്തിന്റെ ആകാം, എന്തുമാവും, ഒരു പേരിനെ കുറിക്കുന്ന നാമം. അതെന്താണ്? അതാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പകരം നമ്മൾ ഉപയോഗിക്കുന്ന അവൻ, അവൾ, അല്ലെങ്കിൽ നീ, ഞാൻ, നിങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പകരം ഉപയോഗിക്കുന്ന വേർഡുകളാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അറബി ഭാഷയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സർവനാമങ്ങളാണ് ഇവ. അതായത് നമ്മളെ കാറിലെ ഡ്രൈവിംഗ് സീറ്റ്, അതായത് ഡ്രൈവിംഗിൽ നമ്മൾ സ്റ്റിയറിംഗ് എന്നതുപോലെ അറബി ഭാഷയെ നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് ആണ് ഈ സർവനാമങ്ങൾ. പ്രധാനപ്പെട്ട സർവനാമങ്ങളാണ് ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. പക്ഷെ നമ്മൾ ഇത് പഠിക്കുന്നത് ഒരു പ്രത്യേക മെത്തേഡിലാണ്, അതായത് വിത്ത് ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ വഴിയാണ്. അതായത് നമ്മൾ കൈ ചൂണ്ടിക്കൊണ്ട് ഈ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ കണ്ണും മനസ്സും വായും നാവും ഒക്കെ, ബ്രെയിനും നമ്മുടെ കൈയും ഒക്കെ ഇടപഴകിക്കൊണ്ടുള്ള ഒരു സംഭവമാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് എളുപ്പത്തിൽ പഠിക്കാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഹുവ പറയുമ്പോ ഈ പിക്ചർ കാണുന്നുണ്ടോ? കുട്ടിയുടെ കൈ വലതുവശത്തേക്ക് ചൂണ്ടിയിരിക്കുന്നുണ്ടോ? ഹുവ, അവൻ. എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിയേ സ്വയം. കൈ വലതുവശത്തേക്ക് ചൂണ്ടിയിട്ട് ഒരു വിരൽ ചൂണ്ടുമ്പോ അത് അവനാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള മെത്തേഡാണിത്. ഹുവ, അവൻ. 4 വിരൽ അതേ വശത്തേക്ക് ചൂണ്ടുമ്പോ ഹും, അവർ. ക്ലിയർ ആണോ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരാൾ മ്യൂട്ട് ചെയ്തിട്ടൊന്ന് മ്യൂട്ട് മാറ്റിയിട്ട് മറുപടി പറയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നാമങ്ങൾ മനസ്സിലായി. എന്താണ് നാമങ്ങൾ എന്ന് പിടികിട്ടി. നാമങ്ങൾക്ക് പകരം നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടിയത്. ഓക്കെ, ഇവരാണ് അറബി ഭാഷയെ നിയന്ത്രിക്കുന്ന മെയിൻ ആൾക്കാർ. മാഷാ അല്ലാഹ്. ഹുവ, അവൻ. അപ്പൊ ഇത് പറയുമ്പോ നിങ്ങൾ ഇപ്പം ഞാൻ വീഡിയോ കാണിച്ചു തരുന്നതിനേക്കാൾ നിങ്ങൾ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ? വീഡിയോ വേണമെങ്കിൽ എന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ കൈ വലതുവശത്തേക്ക് എല്ലാവരും ചൂണ്ടുക. ഫസ്റ്റ് എല്ലാവരും റെഡി ആണോ? എല്ലാരും ബോറടിച്ചോ? കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ബോറായോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ആണ് ഓക്കെ, മ്യൂട്ടാണ്. അതന്നെ, എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? കാരണം ഞാൻ ക്ലാസ്സിൽ വേറെ ക്ലാസ് അൽഹംദുലില്ലാഹ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഞാൻ മ്യൂട്ട് മാറ്റിയിട്ട് എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കും, എല്ലാവരെയും സംസാരിപ്പിക്കും, ആക്റ്റീവാക്കി ഇരുത്തും, എന്നിട്ട് മ്യൂട്ടാക്കും. അപ്പൊ വെറുതെ സൈലന്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും അല്ലെ? ചിലപ്പോൾ നമ്മളെ പിശാച് പിടിച്ചോണ്ട് പോയി. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കും, എണീറ്റൊന്ന് ചാടാനൊക്കെ പറയും കേട്ടോ, ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട്. അപ്പോ എല്ലാവരും ഇതിൽ ശ്രദ്ധിക്കും. നമ്മുടെ മെയിൻ നമ്മളെ പഠന പദ്ധതി, ആ പഠന രീതി ഇതാണ്, വിത്ത് TPI, ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ. കൈ കാട്ടിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ വലതുവശത്തേക്ക്. റെഡി? എല്ലാവരും റെഡിയാണോ? ഓക്കെ. നിങ്ങളുടെ ശബ്ദം കേൾക്കാത്തതുകൊണ്ടാണ് എനിക്കൊരു ഉണർവില്ലാത്ത കേട്ടോ. എല്ലാരും ഒന്ന് പറഞ്ഞേ. എല്ലാരും വലതുവശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ഹുവ, അവൻ. നെക്സ്റ്റ് ഓൻ വിരൽ ചൂണ്ടിക്കേ. എല്ലാവരും 4 വിരൽ ചൂണ്ടിയിട്ട് 4 വിരൽ വലത്തേക്ക് ചൂണ്ടിയിട്ട് എല്ലാരും ഉഷാറായി. ഓക്കെ, അസിന ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഒരാളെ ഓൺ ചെയ്ത് ഓരോരുത്തർ വീതം പറയിപ്പിക്കാം. ജസ്റ്റ് 5-6 പേരെ പറയിപ്പിക്കാം. നമുക്ക് എന്നിട്ട് ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യിക്കാം. എന്തായാലും ഞാൻ ഈ പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം വലതുവശത്തേക്ക് ചൂണ്ടുക, ഒരു വിരല്. ഹുവ, അവൻ, ഹും, അവർ. കാണുന്നുണ്ടോ എല്ലാരും സ്ക്രീൻ? അസിന ടീച്ചർ കാണുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ടീച്ചർ തന്നെ ഒന്ന് പറഞ്ഞോളി ഒരു സപ്പോർട്ടിന്. ഹുവ, അവൻ. അവരൊക്കെ പറയട്ടെ. അല്ല, എല്ലാരും കൂടെ ഒച്ചിട്ടുണ്ട്.
അതാണ്. ഒരാള് പറയും, ഒരാള്. ഞാൻ പേര് വിളിക്കാൻ, ആരുടെയും പേര് എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഹസീന ടീച്ചർ വിളിച്ചോളേം പേര്. ഹസീന, ഞാൻ പറയുന്നുണ്ട്. പറഞ്ഞു. ഹുവ അവൻ, ഹും ഹും അവർ, ഹും അവർ. അവർ. മാഷാഅല്ലാഹ്. അപ്പൊ ഹുവ അവൻ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഇത് മറക്കൂല. കാരണം എന്താ, ഇതാണ് നമ്മുടെ ബ്രെയിനിൽ ഫ്ലാഷുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള പഠനം. അപ്പൊ നമുക്കിപ്പോ ഒരു പൂച്ച അല്ലെങ്കിൽ ആന എന്ന് പറയുമ്പോൾ കുട്ടികളെ പിക്ചർ കാണിച്ച് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാ, അവർക്ക് പിന്നെ പെട്ടെന്ന് അത് ബ്രെയിനിൽ കയറും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബോഡിയിൽ തന്നിരിക്കുന്നത്. ഒരു കാര്യം പറയുന്നതും അത് എഴുതുന്നതും അല്ലെങ്കിൽ അത് കാണുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ കേൾക്കുന്നതും സുബ്ഹാനല്ലാഹ് ഭയങ്കര വ്യത്യാസമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടുപഠിച്ചപ്പോ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കത്തില്ല. ഹുവ എന്താണ്, ഉടനെ നിങ്ങൾ കൈ ചൂണ്ടും അല്ലെ. ഹുവ അവൻ, ഹും അവർ. ഓക്കെ, നെക്സ്റ്റ് അൻത നീ. മുന്നിലേക്ക് കൈ ചൂണ്ടി. അൻത നീ ഒരു വെള്ളമാണ് കേട്ടോ. അൻതും നിങ്ങൾ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അൻത നീ, അൻതും നിങ്ങൾ. ഒരാളൊന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞേ, ഒരാള്. അതിനെ ടീച്ചറെ പറഞ്ഞോ, തൻഷി പറഞ്ഞോ. ഷെബ്ന പറഞ്ഞോ. അൻത നീ, അൻതും നിങ്ങൾ. അൻത നീ, അൻതും നിങ്ങൾ. ഇനി ഒന്നേന്ന് പറഞ്ഞേ. ഹുവ അവൻ, ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കി ഒരുമിച്ച് പറഞ്ഞേ, അറബി മാത്രം. ഹുവാഹും അൻത അൻതും. അങ്ങനെ. ഹുവാഹും അൻത അൻതും. ഇനി അടുത്തൊരാൾ കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് പറഞ്ഞേ. കാരണം നമ്മൾ എന്താ ഫാസ്റ്റ് ആക്കി പറയുമ്പോൾ നമ്മളെ ബ്രെയിനിൽ ക്ലസ്റ്ററുകൾ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് സ്റ്റോർ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ആക്കി പറയാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഒരാൾ ഇതുപോലെ പറഞ്ഞേ, അറബി മാത്രം പറഞ്ഞു നോക്കിയേ പറ്റുമെന്ന്. ഹുവ ഹും അൻത അൻതും. പക്ഷെ നിങ്ങൾ കൈ കാട്ടി തന്നെ പറയണം, അത് മസ്റ്റ് ആണ് കേട്ടോ. വിത്ത് TPIയോട് കൂടിയേ പറയാവൂ. ബാക്കിയുള്ളവര് മ്യൂട്ടാണെങ്കിലും പറഞ്ഞു നോക്കിക്കോ അല്ലെ. എല്ലാരും നോക്കിക്കോളി. മാഷാഅല്ലാഹ്, എല്ലാരും ഇന്ന് പഠിച്ചിരിക്കും. നമ്മുടെ ഈ സർവ്വനാമങ്ങള് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇത് എത്രയും പറയും ഈ ദിക്റുകള്. സുബ്ഹാനല്ലാഹ് അല്ലെ, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് തന്ന പ്രീഷ്യസ് ഗിഫ്റ്റ് ആണ് ഈ പഠന പദ്ധതി കേട്ടോ. സുബ്ഹാനല്ലാഹ്. കാരണം എന്റെ അനുഭവമാണ്. കാരണം ഞാൻ എത്രയോ വർഷം ഖുർആൻ പഠിച്ചിട്ടും അർത്ഥം പഠിച്ചിട്ടും ഈ ഒരു സിസ്റ്റം പഠിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ ആ പഠന രീതികളെ മാറി. സുബ്ഹാനല്ലാഹ്. ഇത് ഹിഫ്ള് ചെയ്യുന്നവർക്ക് ഭയങ്കര സുഖമാണ് അർത്ഥം മനസ്സിലാക്കാനും. നമ്മളിങ്ങനെ ഓതുമ്പോൾ അല്ലെങ്കിൽ ഖിറാഅത്ത് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ കരയാൻ പറ്റും. അൽഹംദുലില്ലാഹ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരാളോട് ഒന്ന് പറഞ്ഞേ, ഹുവാഹും അൻത അൻതും. ഹുവാഹും അൻത അൻതും. അപ്പൊ കൈ ചൂണ്ടി നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പറയുന്നുണ്ടല്ലേ. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ. ഞാൻ ഫാസ്റ്റായി പോകുന്നുണ്ടോ, നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നോ? കുറച്ച് ഇച്ചിരി സ്പീഡാണല്ലേ. കാരണം എന്താ, ഞാൻ നിങ്ങളിൽ പുതിയ ആളാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഓക്കെ ആയിക്കോളാം. കാരണം നിങ്ങൾ എങ്ങനെയാണ്, എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു എന്താണ് ഒരു ചെറിയൊരു ഇത് ഹൃദയത്തിലുണ്ട്. അല്ല, പുതിയ സ്പീഡിൽ എടുക്കുന്ന ആൾക്കാരോട് പറയൂ, കുറച്ച് സ്ലോ ആക്കാൻ പറയലുണ്ട് എല്ലാരും. അപ്പൊ നിങ്ങളത് കുറച്ച് സ്പീഡ് തന്നെയെന്ന് ഒരു കാര്യം 2-3 തവണ ആവർത്തിച്ച് റിപ്പീറ്റ് പറഞ്ഞു കൊടുത്താൽ മതി. പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കാരണം എനിക്ക് ഈ തർജിമ ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അതല്ലല്ലോ. ഐഷ മാം നിങ്ങളെല്ലാം അല്ല, ഐഷ മാമിന്റെ സ്റ്റുഡൻസ് ആണല്ലോ അധികം അല്ലേ. അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ലെവലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് വേഗം എത്താനുള്ള ഒരു ഇതായിരുന്നു എന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ഇത് ചെയ്യിക്കാൻ കുറച്ച് സമയം വേണമല്ലോ. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി ഞാൻ മെല്ലെ ആയിക്കോളാം. ശരിക്കുള്ള ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല. ശരിക്കുള്ള നമ്മള് മെല്ലെ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ എല്ലാവരെയും ഇനി ഒരു ഗ്രൂപ്പ് ആക്കേണ്ടതുണ്ട്. പിന്നെ ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായാലല്ലേ നിങ്ങൾക്ക് അതിന്റെ താല്പര്യം വരുള്ളൂ. ഏതൊരു കാര്യം നമ്മൾ അറിയുമ്പോഴാണല്ലോ അല്ലെ അതിനോടൊരു ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ നിങ്ങളിത് അവതരിപ്പിക്കുകയാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം. ഓക്കെ, അപ്പം കാര്യത്തിലേക്ക് വരാം അല്ലെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഹുവാഹും അൻത അൻതും. അപ്പൊ 4 സർവ്വനാമങ്ങൾ നമ്മൾ പഠിച്ചു. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ. അടുത്ത സ്വന്തം നെഞ്ചിലേക്ക് ഒരു വിരൽ ചൂണ്ടിക്കുക എല്ലാവരും. അന, ഞാൻ. അന, ഞാൻ. നഹ്നു, 4 വിരൽ ചൂണ്ടിക്കുക നെഞ്ചിലേക്ക്. നഹ്നു, ഞങ്ങൾ. ഓക്കെ, ഒന്നൊരാൾ പറഞ്ഞേ. അന ഞാൻ, നഹ്നു ഞങ്ങൾ.
പറഞ്ഞോ നസീറ, പറഞ്ഞോ നസീറ. ആ അന ഞാൻ, അൻതും ഞങ്ങൾ. അന ഞാൻ, നഹ്നു ഞങ്ങൾ. നോക്കി പറഞ്ഞേ, സ്ക്രീൻ നോക്കിയോളീൻ. അന ഞാൻ, നഹ്നു ഞങ്ങൾ. അന ഞാൻ, നഹ്നു ഞങ്ങൾ. നഹ്നു ഞങ്ങൾ. ഇനി ഒന്നേന്നൊന്ന് പറഞ്ഞേ, ഹുവ അവൻ. അതോട്ട് പറഞ്ഞേ. ഹുവ അവൻ, ഹും ആ അവർ, അൻത നീ, ആ അൻതും നിങ്ങൾ, അന ആ ഞാൻ, നഹ്നു ഞങ്ങൾ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനി ഒരാളോടെ പറഞ്ഞേ, അടുത്ത ആളൊന്ന് പറഞ്ഞേ. ഹുവ അവൻ, ഹും ആ അവർ, ആ അന്ത നീ, ആ അന്തും നിങ്ങൾ, അന ആ ഞാൻ, നഹ്നു ഞങ്ങൾ. ഇനി അറബി മാത്രം പറഞ്ഞേ, മലയാളം വിട്ടിട്ട് അറബി മാത്രം. ഹുവ ഹും ഉം അന്ത അന്തും അന ആ നഹ്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. തൊയ്യിബ്. കണ്ടോ, 1295 പ്രാവശ്യമാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അത് 8.5 പേജോളം ഉള്ള വേർഡുകൾ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ. കണ്ടോ, ഈ അതായത് നമ്മളെ ഖുർആനിൽ ആകെ 77,500 ആണ്. കണ്ടോ, സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവരും? 77,500 വേർഡ്സ് ആണ് ഖുർആനിലുള്ളത്. നമ്മളെ ടാർഗറ്റ് 62,000 വരെ നമ്മൾ എത്തും. പക്ഷെ ഇപ്പോ ഈ ഒരു യൂണിറ്റോട് കൂടി സുബ്ഹാനല്ലാ 8,506 വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? നിങ്ങൾക്ക് ഔദും ബിസ്മി അൽഹംദുലില്ലാ ഒക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണാപ്പാഠം ഒന്നും ചോദിക്കാത്തത്. കാരണം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒത്തിരി പഠിച്ചവരാണ്. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് മെയിൻ ഒന്നേ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഭാഗം. എന്താണ്? ഈ ഹുവാഹും അൻത അൻതും അനാ നഹ്നു. കണ്ടോ, അപ്പൊ ഇത്രയും നമ്മൾ ഒരു യൂണിറ്റ് കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ഒരു പേജിലെ 11% വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത്രയും. ഇനി ഒരാളെ കൂടെ പറയിപ്പിക്കാം. ഒന്ന് പറഞ്ഞേ, വേറൊരാളൂടെ. ആ, എന്താണ് എല്ലാവരും അഭിപ്രായം എന്താണ്? ഒന്ന് രണ്ടുപേര് പറയും, എല്ലാരും കൂടെ പറയുമ്പോ അല്ലേ. ഇപ്പൊ എത്ര പേരുണ്ട് ടീച്ചറെ ക്ലാസ്സില്? ഇപ്പം 340 മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എനിക്ക് മിഷ്കാത്തിലേക്ക് ഒരു എൻട്രി കിട്ടുമെന്ന്. സുബ്ഹാനല്ലാഹ്. സുജൂദിൽ കിടന്നാലൊന്നും പോരാ. ഞാൻ വിചാരിക്കും ഷഹീദായി എന്റെ റബ്ബിന് വേണ്ടി ഷഹീദാവണോന്നൊക്കെ തോന്നിപ്പോകും. കാരണം അത്രയ്ക്കും ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ. വിചാരിച്ചില്ല. കാരണം നമുക്ക് ഒരു വല്ലാത്തൊരു മാറ്റമാണ് ഖുർആൻ പഠനത്തിന് ഈ ഒരു സിസ്റ്റത്തിലൂടെ. അല്ലെ, നിങ്ങൾ ഇപ്പൊ ഇത്രയും നാളും പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്വയം ഇത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പറയും. കുറച്ചു പേർക്കൊക്കെ അറിയുമായിരിക്കും, എന്നാലും അധികം ആൾക്കാർക്കും അല്ലെ അറബി അതെ. പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റൂല അല്ലെ? സത്യമല്ലേ? ഇപ്പൊ പിന്നെ സത്യമാണ്. ആയിഷ മാഷർ ഇങ്ങനെ അറബിക്ക് പിന്നെ ടിപ്സും ഗ്രാമർ ആ ടിപ്സും കുറെ പറഞ്ഞുകൊണ്ട് ആ ഒരുപാട് കുറെ ആൾക്കാർക്ക് ആയി മാഷാ അല്ലാ. ശരിയായി. പക്ഷെ ഇതും കൂടെ നിങ്ങൾക്ക് ഒപ്പാവുമ്പോ അതെ ഭയങ്കരമായ ഒരു മാറ്റമായിരിക്കും, വളർച്ചയായിരിക്കും. നമ്മളിപ്പം എന്താണ് ചെടിക്ക് വളവും വെള്ളവും ഒക്കെ എല്ലുപൊടിയൊക്കെ ഇടും പോലെ ഓരോന്നായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബൂസ്റ്റപ്പ് ആവും. മാഷാ അല്ലാ, നല്ല രീതിയിൽ നിങ്ങൾക്ക് വൊക്കാബ്സും കാര്യങ്ങളും അർത്ഥവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു സെന്റൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു ഒക്കെ നിങ്ങൾ വഴിയെ ഇൻഷാ അല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ കണ്ടോ ഈ 6 വേർഡ് നമ്മൾ ഇനി മറക്കൂല. എല്ലാരും ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ, മൈക്കും മ്യൂട്ട് മാറ്റണ്ട, സ്വയം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. അല്ലെ, 8.5 പേജാണ്. ഒരാളോട് ഒന്ന് പറഞ്ഞ മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് പറയോ? കാണാതെ പറയാൻ പറ്റുമോ നോക്കി, ഞാൻ സ്ക്രീൻ മാറ്റി. എങ്ങനെയുണ്ട് നോക്കട്ടെ ആർക്കൊക്കെ പറയാൻ പറ്റൂന്ന് ഒന്ന് നോക്കിയേ. ഹുവ ഹുവ ആ അവൻ, ആ ഹും അവർ, ആ അന നിങ്ങൾ, അൻത അന്തും നീ, എന്തോ അൻത നീ, അൻതും നിങ്ങൾ. കണ്ടോ, അൻത നീ നമ്മൾ കൈ ചൂണ്ടണം. അപ്പൊ നമ്മൾ മുന്നിലേക്ക് ചൂണ്ടുമ്പോ നമ്മൾ നീ നീ എന്ന് അന്ത പറയുമ്പോൾ നീ, നമ്മൾ കൈ ചൂണ്ടൂലേ? അൻത നീ, അന്ത നീ, അൻതും. അന്തും ആ നിങ്ങൾ, അന ഞാൻ, അന ഞാൻ, നഹ്നു നഹ്നു ഞങ്ങൾ. ഞങ്ങൾ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനി അറബി വിട്ടിട്ട് മലയാളം മാത്രം ഒന്ന് പറഞ്ഞേ. അവർ, ഹുവാഹും, ഹുവാഹും. അങ്ങനെ പറയണോ? ഹുവാഹും അൻത. ഹുവ ആ ഹും അന്ത അന്തും അന നഹ്നു. പക്ഷെ നിങ്ങൾ കൈ ചൂണ്ടി തന്നെ പറയണം കേട്ടോ, അപ്പൊ ബ്രെയിനിൽ ഇതങ്ങ് സ്റ്റോർ ആവും. അത് നമ്മൾ കൈ ചൂണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. മാഷാ അല്ലാ, ആണ്. അൽഹംദുലില്ലാ. എല്ലാരും അങ്ങനെ തന്നെ ചെയ്തോളി. ഇത് കുറച്ച് ഇങ്ങനെ പോകുമ്പോ എന്താണ് മാഷാ അല്ലാ ഒരു അത് ഞാൻ കാണാൻ അല്ല എന്റെ പൂരം എന്ന് പറയില്ലേ, വരാൻ പോകുന്ന പൂരത്തെ പറ്റി നിങ്ങൾക്ക് കണ്ടറിഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞറിയിക്കണ്ട, കണ്ടറിയാന്നുള്ളത് പോലെയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, നിയത്ത് ക്ലിയർ ആക്കുക അല്ലെ.
അള്ളാഹുവിന്റെ വജ്ഹാണ് നമുക്ക് ഇതിലൂടെ ഉദ്ദേശം അല്ലെ. ആയത്തുകൾ മനസ്സിലാക്കണം, നല്ല സുന്ദരമായി നമുക്ക് നമസ്കാരത്തെ ഇങ്ങനെ ആസ്വദിച്ച് കരഞ്ഞുകൊണ്ട് നമസ്കരിക്കണം അല്ലെ. ഇൻഷാ അള്ളാ ഇതിലൂടെ നമ്മൾ ഓരോ ആയത്തുകളും ദുആക്കളും എല്ലാം നമ്മളിത് കവർ ചെയ്യും അൽഹംദുലില്ലാ. അപ്പൊ എന്താ ഇത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തറവാകും. ഈ ടിപ്പയിലൂടെ തന്നെ നിങ്ങൾ ഇപ്പൊ ഇത് സെറ്റായി അല്ലെ. ഇനി അടുത്തൊരാൾ പറഞ്ഞേ, വേറെ ആരെങ്കിലും അൺമ്യൂട്ട് ഇതാക്കി കൊടുക്കും നസീറ, ഹോസ്റ്റ് ആക്കിയിട്ട്. പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത ആരെങ്കിലും ഒന്ന് ഹോസ്റ്റ് ആക്കി. ആരുണ്ട്? നസീറ പറഞ്ഞവരെന്നെ പറയാൻ പറ്റൂല. സഫിയ ബീഗത്തിനാക്കിക്കോ. പറയൂലേ, അവിടെ ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ട്. അവര് മ്യൂട്ട് മാറ്റുന്നുണ്ടാവില്ല, അതായിരിക്കും. എല്ലാരും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അല്ലെ. ഇത് ഇഷ്ടപ്പെട്ടോ ഈ പഠനം? മാഷാ അല്ലാ, മാഷാ അല്ലാ, നന്നായി. ആഗ്രഹം ഉണ്ടായ ഒരു കാര്യമാണ് അറബി പഠിക്കണം. ഇന്നത്തെ ദിവസം തന്നെ അള്ളാഹു നമ്മുടെ മുമ്പിൽ എത്തിച്ചു തന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇതിന്റെ മായാ ലോകത്തേക്ക്, അത് മീൻസ് നമ്മൾ ഈ ഒരു മാജിക് ഒരു എന്താണ് ഗെയിം പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു സിസ്റ്റം ആണ്. ഇതാ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഇതാ നിങ്ങൾക്ക് ഇത് തന്നെ കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അപ്പൊ എന്താണ് അഊദു ബില്ലാഹി, ബി വന്നപ്പോ അള്ളാഹി എന്നുള്ളത് കെസ്ർ ചെയ്യപ്പെട്ടുണ്ടോ, ബില്ലാഹി അല്ലെ. അൽഹംദുലില്ലാഹി കാണുന്നുണ്ടോ നിങ്ങള്? അഊദു ബില്ലാഹി കണ്ടോ, ബില്ലാഹി അവിടെ ബില്ലാഹിന്. മിനശ് ശൈത്താനി കണ്ടോ, മിൻ വന്നപ്പോ അവിടെ ശൈത്താനി കസ്ർ ചെയ്യപ്പെട്ടു. അപ്പൊ ഇതൊക്കെ നമ്മൾ വഴിയെ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കും. സുബ്ഹാനല്ലാഹ് കണ്ടോ, ഇതൊക്കെ നോക്കിയേ. ബിസ്മില്ലാഹി, ബി വന്നപ്പോ ഇസ്മി, ബിസ്മി എന്നായി കണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ല രസമാണ്. അറബി പഠിച്ച് പോകുന്തോറും സുബ്ഹാനല്ലാഹ് നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സുഖമാണ്. അറബി ഭാഷ നമ്മുടെ ബ്രെയിനിന്റെ എന്താണ് അതിന്റെ ഒരു ഷാർപ്നെസ്, ആ ബുദ്ധിയുടെ തീവ്രത കൂട്ടുന്നതാണ്, നമുക്ക് ബുദ്ധി കൂട്ടുന്നതാണ്. ഉമർ റളിയല്ലാഹു ഹദീസിൽ പറഞ്ഞിട്ടുള്ള അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധി വർദ്ധിക്കും എന്നാണ്, ഇതിന്റെ മൂർച്ച കൂട്ടും എന്നാണ് ഹദീസ്. ഓക്കെ, അപ്പൊ നമ്മൾ റെഡി അല്ലേ? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു ഇസ്മുൻ അസ്മാഉൻ അല്ലെ. ഷൈത്താൻ ഷയാത്തീനു, ഷൈത്താൻ ഷയാത്തീനു, ഇസ്മുൻ അസ്മാഉൻ അല്ലെ. ബഹുവചനങ്ങൾ ആലം, ആലമീന, ഇതൊക്കെ നിങ്ങൾ പഠിച്ചവരാണ്. ഐഷ മാമിന്റെ കുട്ടികളായതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ലി ഇങ്ങനെ ഒറ്റ അക്ഷരം കൊണ്ട് ഇവയെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കും, പക്ഷെ ഒന്നിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ഫുൾ മീനിങ് ആവുക അല്ലെ. ബില്ലാഹി, ലില്ലാഹി അല്ലെങ്കിൽ ബിസ്മില്ലാഹി അല്ലെ, അൽഹംദുലില്ലാഹി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചേരുമ്പോഴാണ് അത് അർത്ഥം പൂർണ്ണമാവുക. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തൊക്കെ തന്നെ കൊണ്ടുപോകാം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും വേർഡ്സ്, അതായത് 8000-ലധികം വേർഡ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇത് ഒന്നുകൂടെ പറയാൻ ആരെങ്കിലും ഉണ്ടോ? തറവായോ എല്ലാവർക്കും? അൺമ്യൂട്ട് ആക്കട്ടെ, എന്നാല് എല്ലാരും കൂടി ഒച്ച ഉണ്ടാക്കാതെ ഓരോരുത്തരായിട്ട് സമാധാനത്തിൽ പറയണേ. ഓക്കെ, ഹലോ, ഓരോരുത്തരായിട്ട് പറയും. ഞാൻ പറയട്ടെ. പറയും. ഹുവ അവൻ, ഹും അവർ, അന്ത നീ, അന്തും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അവൻ, ഹും അന്ത നീ, അന്തും നിങ്ങൾ,
ആ അന ഞാൻ നെഹ്നു ഞങ്ങൾ ഇനി സ്ക്രീൻ നോക്കാതെ പറയാൻ പറ്റുമോ നോക്കണേ. ഞാൻ പറയാം. അനി അൻതും നിങ്ങൾ അന നഹ്നു ഞങ്ങൾ അന്തനി ഇത് ഞാൻ അൻതും പറയാം. നിങ്ങൾ അന ഞാൻ നഹ്നു ഞങ്ങൾ അന മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞങ്ങൾ നഹ്നു ഞങ്ങൾ, നഹ്നു ഞങ്ങൾ, ഞങ്ങൾ നമ്മൾ നെഞ്ചിലേക്കാണ്. അതെ, അന ഞാൻ മാഷാ അല്ലാ. എല്ലാവർക്കും ഇത് തറവായോ? അപ്പൊ ഇതിന്റെ അൽഹംദുലില്ലാ തൊയ്ബ് മാഷാ അല്ലാ ജസാക്കുമുല്ലാഹു ഖൈറ. എല്ലാവരും നല്ല ഭംഗിയായിട്ട് സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒച്ചയും ബഹളമൊക്കെ ആണെങ്കിലും കേട്ടപ്പോ ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ. എന്തായാലും അള്ളാഹുവിന്റെ അല്ലെ ഖുർആനിലെ വാക്കുകളാണല്ലോ അല്ലെ നമ്മൾ മത്സരിക്കുന്നത് അല്ലെ. സാബിഖു ഇലൽ ഖൈറാത്തി അല്ലെ, സാബിഖു ഇലൽ മഗ്ഫിറത്തി, അള്ളാഹുവിന്റെ നന്മയിലേക്ക് അല്ലെ, അള്ളാഹുലേക്ക് ഓടിയെടുക്കലാണല്ലേ. സുബ്ഹാനല്ലാഹ്. ഒന്ന് പറഞ്ഞോട്ടെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ ഹൃദയംഗമായിട്ട് നമ്മള് അള്ളാഹുവിനെ സ്തുതിക്കണം. കാരണം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആണല്ലേ, ലോകങ്ങളുടെ രക്ഷിതാവാണല്ലേ. നമ്മുടെ ശരീരത്തിലെ ഒരു കോശം മുതൽ ഏറ്റവും വലിയ ബഹുകോശ ജീവിയായ എന്താണ് നീലത്തിമിംഗലം, ഏതൊക്കെ വലിയ ജീവികളുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും റബ്ബാണല്ലേ. സുബ്ഹാനല്ലാഹ്. അതായത് കുറച്ച് സയന്റിസ്റ്റുകള്, ഞാൻ ഒരു കാര്യം പറയണം. അള്ളാഹു റബ്ബ്, ആ റബ്ബ് ആ മനുഷ്യരെ എന്താണ് സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തില് എനിക്കിപ്പോ കിട്ടിയ കുറച്ചു നാൾ കിട്ടിയ ഒരു അറിവാണ്. അതായത് അള്ളാഹു ആർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നു, അതായത് ആ ആഹാരം കൊടുക്കുന്നതിന്റെ മെത്തേഡ് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്. അതായത് ഒന്നും വേണ്ട, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ, നമ്മളെ മുലപ്പാല്, അള്ളാഹുവിന്റെ കുതിരത്തിട്ട് ആലോചിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് പറയുന്നത്. നമ്മുടെ ബ്രസ്റ്റ് മിൽക്കില് ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു സോളിഡ് ഷുഗർ അതൊരു കണ്ടന്റ് ഉണ്ട്. അതായത് HMO എന്നാണ് അതിന് പറയുക. അതായത് ഹ്യൂമൻ മിൽക്ക് ഒലിഗോ സാച്ചുറൈഡ് എന്നാ പറയുന്നത്. അത് ഈ സയന്റിസ്റ്റുകൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ്, എന്താണ് ഈ സംഭവം. ഈ മിൽക്കിൽ, ഈ ബ്രസ്റ്റ് മിൽക്കില് ഉള്ള ഈ കണ്ടന്റ് ഒരിക്കലും ആ ബേബിക്ക് ദഹിക്കുന്നതല്ല. ആ കുഞ്ഞിന് ആ പാലിന്റെ അകത്തുള്ള ഈ കണ്ടന്റ് ഒരിക്കലും ആ കുഞ്ഞിന് ദഹിക്കൂല, ഒരു കുഞ്ഞിനും ദഹിക്കൂല. ആ പാലിലെ, നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലെ ഒരു കണ്ടന്റ്, പാലിലെ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായോ ഞാൻ പറയുന്നത്? അതിലെ ഒരു കണ്ടന്റ്, സുബ്ഹാനല്ലാഹ്, അത് സയന്റിസ്റ്റുകൾ ഇങ്ങനെ അന്വേഷിച്ചു. ഇത് എന്തിനു വേണ്ടിയിട്ടാ ഈ പാലിലെ ഈ കണ്ടന്റ് എന്തിനു വേണ്ടിയിട്ടാ? HMO എന്നാണ്, HMO, ഹ്യൂമൻ മിൽക്ക് ഒലിഗോ സാക്കറൈഡ്. സയന്റിസ്റ്റുകൾ കണ്ടെത്തി എന്താണെന്ന് അറിയോ? സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞിന്റെ വയറിലെ ഗട്ട് എന്നൊരു സംഭവമുണ്ട്. ഗട്ട് അറിയാലോ എല്ലാവർക്കും, സൂക്ഷ്മാണുക്കൾ ജീവികളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ കുടലിൽ. അവിടെ ഗട്ട് എന്നൊരു ഭാഗമുണ്ട്. അവിടുത്തെ സൂക്ഷ്മ അണുക്കൾക്കുള്ള ഫുഡാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലെ ആ HMO കണ്ടുപിടിച്ചു. അത് കേട്ട മാത്രത്തിന് സുബ്ഹാനല്ലാഹ്, അങ്ങ് സുജൂദിൽ അങ്ങ് നമ്മൾ ആയിപ്പോണം. കാരണം അള്ളാഹു ആ ജീവികൾക്ക് പോലും അല്ലെ ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ റബ്ബ് അല്ലെ, നമ്മൾ എന്ത് നിസ്സാരമായിട്ടാണ് വെറും ഒരു അൽഹംദുലില്ലാഹ് അല്ലെ, അങ്ങനെ അല്ല. ഹൃദയം കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകങ്ങളുടെ പരിപാലകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവികൾക്കും അതിൻ്റെതായ ജീവിത വ്യവസ്ഥ. സുബ്ഹാനല്ലാഹ്. ജീവിത വ്യവസ്ഥ ഇപ്പം മത്സ്യങ്ങൾക്കാവട്ടെ അല്ലെ, സൂക്ഷ്മ ജീവികൾക്കാവട്ടെ, പക്ഷികൾക്കാവട്ടെ, തേനീച്ചയ്ക്കാവട്ടെ, എന്തിനും അതിൻ്റെതായ ജീവിത വ്യവസ്ഥ, ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുത്തവനാണ് അല്ലെ. അത് അതിന്റെ സിസ്റ്റത്തിൽ തന്നെ അതങ്ങ് ജീവിച്ചോളും അല്ലേ. മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്. റബ്ബ് എന്നുള്ള ആ ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ് എന്ന് പറയുന്നതിന്റെ ആ ഒരു എന്താണ്, ആ തീവ്രത, ഇന്റൻസിറ്റി മനസ്സിലാക്കാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. എന്താണ് നമ്മളെ ബ്രസ്റ്റ് മിൽക്കിലെ ആ കണ്ടന്റ്. സുബ്ഹാനല്ലാഹ് അല്ലെ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടോ? പലർക്കും അറിയായിരിക്കും.
ഹസന ടീച്ചറെ കേട്ടിട്ടില്ല. ഞാൻ ഇല്ല. കേട്ടിട്ടില്ല. സുബ്ഹാനല്ലാ. അപ്പൊ ഇത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അല്ലെ. അള്ളാഹുവിനെ ഓരോ അറിവും ഓരോ കാര്യങ്ങളും റബ്ബിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് അല്ലേ. ഇതിനൊക്കെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഒരു ആളല്ലേ, ഒരു ശക്തി ഇതിന്റെ പുറകിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പുറകിലുണ്ട് എന്ന് ഓരോ സൃഷ്ടിയിലും അതിലേക്ക് വിരൽ ചൂണ്ടയാണ്, അള്ളാഹുലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത് നല്ല ഓരോ ജീവജാലങ്ങളെ നമുക്കെടുത്താൽ അതിന്റെ വിചിത്രത, അതിന്റെ ഭംഗി, അതിന്റെ ഘടന, അതിന്റെ സിസ്റ്റം ഒന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആന, നമുക്കറിയാം ആന അല്ലെ. ആന എന്താ തിന്നുന്നത്? ഏതെങ്കിലും ആന KFC തിന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആന KFC തിന്നോ? ഇല്ല അല്ലേ. ആനയ്ക്ക് എന്താണ് അതിന്റെ പല്ലും അതിന്റെ സിസ്റ്റം ഒക്കെ അള്ളാഹു അങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? സസ്യാഹാരങ്ങൾ മാത്രമേ അതിന് പോകൂ അല്ലെ, അതിന് ദഹിക്കാൻ കഴിയൂ. പക്ഷെ അതേസമയം മനുഷ്യന്റെ പല്ലുകൾക്കോ, ചിന്തിച്ചു നോക്കിയേ, മനുഷ്യന്റെ പല്ലുകളുടെ ഘടന, എല്ലാ ഫുഡും എല്ലാം ചവച്ചരയ്ക്കാൻ പാകത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്നത് അല്ലെ. കട്ടിയുള്ളതും മൂർച്ചയുള്ളതും കടുത്തതുമായ എല്ലാം എങ്ങനെയുള്ളതും എല്ലാത്തിനും ദഹിപ്പിക്കുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റവുമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബോഡിയിൽ അല്ലാഹു വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ ജീവജാലങ്ങൾ, ഞാൻ പറഞ്ഞ എന്താണ് പോയിന്റ്, ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ സിസ്റ്റം അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് അതിന്റെ ജീവിതത്തിന്. അപ്പൊ ആ റബ്ബ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി പറയേണ്ടതല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെ. ഹൃദയം കൊണ്ട് നമ്മൾ ഇങ്ങനെ അത് ആത്മാർത്ഥമായിട്ട് ആ നന്ദിയോടുകൂടി അല്ലെ നമ്മൾ പറയേണ്ട ഒരു സെന്റൻസ് ആണ് അല്ലെ. അള്ളാഹു ഖുർആനിലെ ഫാത്തിഹ നിങ്ങൾക്കറിയാം, എല്ലാത്തിന്റെയും അല്ലെ, ഖുർആനിലെ മൊത്തം വിഷയങ്ങളുടെ ഒരു സമ്മറിയാണ് ഫാത്തിഹ. ഫാത്തിഹയുടെ സമ്മറിയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിലെ ഓരോ ആയത്തുകളും ഖുർആന്റെ മൊത്തം വിഷയങ്ങളുടെ ഒരു ക്യാപ്സൂൾ ആണ് അല്ലെ. നമ്മൾ ആന്റിബയോട്ടിക് എന്ന് പറയില്ലേ, അതുപോലെ, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ ആമുഖം, പ്രിഫേസ് എന്ന് പറയും പോലെ അതിൽ എന്തൊക്കെയുണ്ട് അതിന്റെ ഒരു ഷോർട്ടായിട്ട് നമ്മൾ കാണുന്ന, ഒരു ബ്രീഫായിട്ട് കാണുന്ന ഒരു ചെറിയൊരു കണ്ടന്റ് ആണല്ലേ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞവരാണൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ റബ്ബ് അൽഹംദുലില്ലാഹ് എനിക്ക് ഇങ്ങനെ ഒരു പഠിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസരം റബ്ബ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞതിൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സിനെ പറ്റി എല്ലാവരോടും അറിയിക്കുക. ആ റബ്ബിന്റെ മഹത്വത്തിന് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമുക്കിതിനൊരു ഗ്രൂപ്പ് പ്രത്യേകം തുടങ്ങേണ്ടതുണ്ട്. ഇതൊരു ചെറിയൊരു ഫീ ആണ്, മാസം 200 രൂപയാണ്. ഇത് എനിക്കല്ല, നമ്മുടെ ഹെഡ് ഓഫീസ് ഉണ്ട്, അത് അവർ ഓഫീസും കാര്യങ്ങളൊക്കെ അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. സൂമൊക്കെ അവരാണ് പ്രൊവൈഡ് ചെയ്യണത്. ഇതിപ്പോ ഞാൻ ഇപ്പൊ ഗൂഗിളിൽ എടുത്തുന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഹസീന ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കി ഫിക്സ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഫീസിന്റെ കാര്യത്തിൽ ആരും അതിലൊന്നും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഉള്ളവർ തരിക. അൽഹംദുലില്ലാഹ്. അതൊരു ജാരിയ സദക്കയായിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സദക്കയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതെല്ലാം കൊടുക്കുന്നതൊക്കെ എന്താണ്? നമുക്ക് വേണ്ടിയുള്ളതാണ് അല്ലെ. പൂഴ്ത്തി വെക്കുന്നതൊക്കെ അനന്തരാവകാശികൾ കൊണ്ടുപോകും അല്ലേ. അങ്ങനെയല്ലേ, എല്ലാവർക്കും അറിയാലോ. ഞാൻ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളൊക്കെ നല്ല പഠിക്കുന്ന, മാഷാ അല്ലാഹ്, വലിയ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന വലിയ സ്റ്റുഡൻസുകളാണ് നിങ്ങൾ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ അറിവിനെയൊക്കെ ഉയർത്തി തരട്ടെ. ഉയർത്തി ധാരാളം അറിവുകൾ നൽകി ജീവിതത്തിൽ അത് പാലിക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു എല്ലാം അനുഗ്രഹിക്കട്ടെ. ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ അല്ലെ. നമ്മൾ ഖുർആനിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കുക, ഖുർആനിൽ ഇങ്ങനെ അതിന്റെ സുഗന്ധം ആസ്വദിക്കുക, അല്ലെങ്കിൽ ഖുർആനിൽ മുങ്ങിക്കുളിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കട്ടെ അല്ലെ. റമളാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസന ടീച്ചറെ, അപ്പൊ എന്താണ് ദുആ പറയണോ? എന്താണ്, സമയമായോ? എങ്ങനെയാണ്? സമയം ഇനിയും ഒരു 10-15 മിനിറ്റ് ഉണ്ട്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഐഷ മാമിന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയണ്ട ആവശ്യം. ആയിഷ മാമിന്റെ സ്റ്റുഡന്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നമ്മള് എങ്ങനെയായാലും പഠിക്കാൻ, എല്ലാവരും പഠിക്കാനും കേൾക്കാനും തന്നെ തയ്യാറായിരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്. സന്തോഷം. അപ്പൊ ഈ അൽഹംദുലില്ലാഹ് കൊണ്ട് ഒരു ദുആ നിങ്ങൾ പഠിച്ചോളൂ. നിങ്ങൾക്ക് അറിയായിരിക്കും. അൽഹംദുലില്ലാഹില്ലദീ എന്ത് പറയും? അതായത് ഒരു ഹദീസ് കേട്ടോ, അതായത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂയിൽ നിന്നും എഴുന്നേറ്റപ്പോ പുറകിൽ ഒരു സഹാബി പറയുന്ന കേട്ടു. എന്താണ്? റബ്ബന
ലക്കൽ ഹംദ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലെ, അള്ളാഹുനാകുന്ന സ്തുതി എന്ന് അത് ആ പറയുന്ന ആ ഹംദിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ സ്വഹാബി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് 30-ലധികം മലക്കുകൾ ഇത് എഴുതിയെടുക്കാൻ ധൃതി കൂട്ടുന്നത് ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലെ, ആ വാക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലെ, ആ ഹംദിന്റെ മഹത്വമാണ്. അത് ഞാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ റബ്ബിലേക്ക് അല്ലെ ആ മിൽക്കിന്റെ ആ പ്രോസസ്സിലേക്ക് നമ്മൾ വന്നത്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ നമുക്ക് ഒത്തിരി അറിവുകൾ ധാരാളം നേടേണ്ടതുണ്ട്. ഓരോ ആയത്തുകളിലൂടെ കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സയന്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ പല അറിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരെയും നമ്മൾ ഓരോരുത്തരെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ഈ ഒത്തുകൂടൽ ദുനിയാവിലും സന്തോഷത്തിലും ആഖിറത്തിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ വജ്ഹ് കാണുന്നവരുടെ കൂട്ടത്തിൽ അല്ലെ, നബിമാരുടെയും സിദ്ദീഖുകളുടെയും സ്വാലിഹ് അല്ലെ അവരുടെ കൂട്ടത്തിൽ നമുക്ക് പറയുന്ന യോഗ്യതയില്ല. എന്നാലും നമ്മള് അള്ളാഹുവിനോട് കെഞ്ചുന്നല്ലേ, അള്ളാഹുവിനോട് കരഞ്ഞ് നമ്മൾ അഭ്യർത്ഥിക്കുന്നു അല്ലെ. നമുക്ക് ഒരുപാട് പാപങ്ങൾ, നമ്മൾ ഒരുപാട് അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോകുന്നവരാണല്ലേ, പോയിട്ടുണ്ടല്ലേ. നമ്മളിങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിൽ നിന്നും വലുതും ചെറുതുമായി വന്നുപോയ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ അറിവ്, കൂടുതൽ ഇൽമ കരസ്ഥമാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن عين لا تدمع ومن نفس لا تشبع ومن دعاء لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا واجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم اغفر لنا وارحمنا واعتق رقابنا من النار. اللهم اغفر لنا وارحمنا واعتق رقابنا من النار. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك ولا أحصي ثناء عليك أنت كما أثنيت على نفسك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. وآخر دعوانا الحمد لله رب العالمين. وأقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين واستغفره إنه هو الغفور الرحيم. ربنا تقبل